എൻ്റെ പേര് പാസ്റ്റർ ജോൺ പോൾ. ഞാൻ 90-ലാണ് രക്ഷയിലേക്ക് വരുന്നത്. ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് ഏകദേശം 20 വർഷത്തോളം കർത്താവിൻ്റെ വേല നോർത്ത് ഇന്ത്യയിൽ ചെയ്യുവാനിടയായി. ഞാൻ സ്വയം തീരുമാനിച്ച് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ബൈബിൾ സ്കൂളിൽ പോകാൻ പോകുന്നു. അങ്ങനെയാണ് ബൈബിൾ സ്കൂളിലേക്ക് പോകുന്നത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ കഷ്ടപ്പെടാൻ വന്നാൽ രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടാൻ വന്നാൽ കഷ്ടപ്പെടും. എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. എന്നാൽ സുവിശേഷ വേലയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ സുവിശേഷ വേല നാം ചെയ്യണമോ, ഇത് നമ്മുടെ നിർബന്ധമാണോ, ഇതൊക്കെ നമ്മളൊന്ന് വേദപുസ്തകത്തിൽ കൂടെ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ഗ്രേറ്റ് കമ്മീഷനായി ദൈവം തന്ന ഒരു കമ്മീഷനാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ നാമത്തിൽ അവരെ സുവിശേഷം പറഞ്ഞ് മനസ്സിലാക്കി അവരെ ശിഷ്യരാക്കി, അവരെ നിങ്ങൾ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുവാൻ യേശു നമ്മെ പഠിപ്പിച്ച ഗ്രേറ്റ് കമ്മീഷനാണ് ഈ ലോകത്തിൽ നടക്കുന്ന സകല സുവിശേഷ പ്രസ്ഥാനത്തിൻ്റെയും അടിസ്ഥാനം. അത് വിവിധ സംഘടനകളായി നമ്മൾ ഇന്ന് അറിയപ്പെടുന്നു. പലവരും ചോദിക്കും, പെന്തക്കോസ്റ്റ് ഗോളത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ക്രിസ്ത്യാനികളിൽ ഒത്തിരി സംഘടന വരണമോ? തീർച്ചയായിട്ടും സംഘടന വരണം. ഞാൻ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. കാരണം 180-ൽ പരം കോടി ജനം ഇന്ന് ഭാരതത്തിലുണ്ട്, ഇന്ത്യ മഹാരാജ്യത്ത്. ഒരു ജോൺ പോൾ വിചാരിച്ചാൽ 28 സംസ്ഥാനവും 8 കേന്ദ്രഭരണ പ്രദേശത്തും ഇന്നത്തെ അപ്ഡേറ്റ് അനുസരിച്ച് 801 ജില്ലകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇവിടെ ഒന്നും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്തോ ഞാൻ വിചാരിച്ചാൽ സുവിശേഷം എത്തത്തില്ല. അപ്പോൾ ദൈവം അതാത് ഗ്രൂപ്പുകളെ തിരഞ്ഞെടുക്കുന്നത് ഇത് ദൈവത്തിൻ്റെ പ്ലാനാണ്. ആ ദൈവം അതാത് ഗ്രൂപ്പുകളെ തിരഞ്ഞെടുത്ത് അതാത് സ്ഥലത്താക്കി അവർ സുവിശേഷം പറയുന്നത് എല്ലാവരുടെയും ലക്ഷ്യസ്ഥലം ഒന്നാണ്, യേശുവിൻ്റെ നിത്യത അല്ലെങ്കിൽ സ്വർഗം. അവിടത്തേക്ക് ചെയ്യുന്ന വേല എന്നുള്ള ഒരു ഉറപ്പും ധൈര്യമുണ്ടെങ്കിൽ സുവിശേഷ വേല സ്മൂത്തായിട്ട് പോകും. ആയതുകൊണ്ട് സുവിശേഷ വേല ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വരും. അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ആർജവം ആദ്യം നമ്മുടെ ജീവിതത്തിൽ സുവിശേഷ വേലക്കാരിലുണ്ടാകണം. 2, എല്ലാവരെയും ദൈവം സുവിശേഷ വേലയ്ക്കായി വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കണം. എല്ലാവരെയും സുവിശേഷ വേലയ്ക്ക് ദൈവം എടുത്തിട്ടില്ല. സുവിശേഷ വേലയ്ക്കായി തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവം അതുപോലെ ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും കൊടുത്ത് അവരുടെ ശുശ്രൂഷകൾ, അവരുടെ വചന വ്യാഖ്യാനങ്ങൾ, അവരുടെ ഇടപാടുകൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ വസ്ത്രധാരണം, അവരുടെ മറ്റു സ്വഭാവ ശുദ്ധീകരണം, ഇതെല്ലാം അനുഗ്രഹമായി ഒരു നല്ല നിലവാരത്തിൽ പോകുമ്പോൾ മനസ്സിലായിക്കൊള്ളണം, ഇത് സുവിശേഷ വേലക്കാരെ ആണ്, അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യാനുള്ള യോഗ്യതകളാണ്. ഇന്ന് ചെറുപ്പക്കാരുടെ മധ്യത്തിൽ കുറേ പേരൊക്കെ സുവിശേഷീകരണത്തിൽ വരുന്നു. ന്യൂജൻ എന്ന് പറഞ്ഞാൽ ന്യൂജൻ പണ്ടുമുണ്ട്. ഞങ്ങളും ന്യൂജനിൽ കൂടെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇന്ന് എനിക്ക് 55 വയസ്സാകാൻ പോകുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുവിശേഷ വേല ഓരോ കാലഘട്ടത്തിലും കടന്നു വന്നിട്ട് അതാത് കാലത്തിനും അനുസരിച്ച് അങ്ങനെയല്ല സുവിശേഷ വേല പറയുന്നത്. ബൈബിളിലെ വചനം പറയുന്നത് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ലോകം അഴിഞ്ഞുമാറും, ആകാശം അഴിഞ്ഞുമാറും, ഭൂമി അഴിഞ്ഞുമാറും, സകലതും നശിച്ചാലും ദൈവത്തിൻ്റെ വചനം നശിക്കത്തില്ല. അങ്ങനെയെങ്കിൽ
ദൈവകൽപ്പന നശിക്കുമോ? ഇല്ല. ദൈവവചനത്തിന് വ്യത്യാസം വരുമോ? ഇല്ല. ഏത് കാലഘട്ടത്തിലും ഒരേപോലെ നിലനിൽക്കുന്ന, ഒരേ റേഞ്ചിൽ, ഒരേ റേഷ്യയിൽ നിൽക്കുന്ന ഒരു വചന സംവിധാനമാണ് വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ നമ്മുടെ ഒരു സുവിശേഷകന്മാർ, എൻ്റെ അഭിപ്രായത്തിൽ മാന്യമായ വസ്ത്രമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കരുത്. മാന്യമായ വസ്ത്രം, മാന്യമായ രീതിയിലൊരു ഇടപെടൽ, നമ്മുടെ സംഭാഷണ ശൈലികൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ് എല്ലാം ഒരു വേദിയിൽ നിൽക്കുമ്പോൾ, നാം ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷം പറയുന്നതാകട്ടെ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ സംഭാഷണ രീതി, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത എല്ലാം ദൈവീക പ്രസാദമുള്ള യോഗ്യമായ രീതിയിൽ സുവിശേഷത്തിൽ നാം ഇടപെടുമെങ്കിൽ നമ്മുടെ പേർക്ക് ഒരു അലിഗേഷനും വരത്തില്ല. നമ്മുടെ കൂടെ ആരും ഒന്നും ഒരു കേസാകട്ടെ മറ്റൊരു അലിഗേഷനും വരത്തില്ല. ഇന്ന് ഞാൻ കാണുന്നത് മീഡിയയിൽ കൂടെ പലവരും സുവിശേഷം പറയുന്നു, ഓക്കെ, നല്ല കാര്യം. പക്ഷേ ഇവിടെ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നത്, പലവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് സുവിശേഷ വേലയ്ക്ക് വരുന്നത്. നാം ഇന്ന് കണ്ടുവരുന്നത്, ഇന്ന് മാത്രമല്ല പണ്ട് മുതലേ നമ്മുടെ സുവിശേഷ വേലയിൽ കടന്നു വരുന്നവർ വിവിധ സംസ്കാരം, വിവിധ തരത്തിൽപ്പെട്ടവരാണ്. എന്നാൽ സുവിശേഷ വേലയ്ക്കുള്ളിൽ വരുമ്പോൾ അവർ ഏത് തരത്തിലുള്ള ആൾക്കാരായിരുന്നാലും അവർ യേശുവിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നാം കണ്ടുവരുന്നത് ഒരു സുവിശേഷകൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ശൈലി അല്ലെങ്കിൽ വിവിധ ജീവിത നിലവാരത്തിൽ സംസ്കാരത്തിലുള്ളവർ കടന്നു വന്നിട്ട് പലപ്പോഴും അവർ പബ്ലിക് സ്റ്റേജിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ അവരുടെ പഴയ ശൈലികൾ പുറത്തെടുക്കുന്നത് കാണുവാൻ കഴിയുന്നു. അങ്ങനെ കാണുമ്പോൾ ആ വ്യക്തി പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ അതൊരു മോശമായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. ജനങ്ങൾ മുഴുവനായി അവർ മനസ്സിലാക്കുന്നത് യേശുവിങ്കിലേക്ക് വരുന്നവരുടെ സ്വഭാവം അതാണല്ലോ ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് വളരെ ഭംഗിയായ രീതിയിൽ, നല്ല രീതിയിൽ അപ്പിയറൻസ് ചെയ്യുന്നതായിരിക്കണം. പക്ഷേ ചില സഹോദരങ്ങൾ ദൗർഭാഗ്യവശാൽ അവരുടെ പഴയ ശൈലിയിൽ അവരുടെ സംഭാഷണ ശൈലി നടത്തുന്നു. അതിൻ പ്രകാരം സുവിശേഷ വേലയിൽ നിൽക്കുന്ന ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഇതിൻ്റെ എഫക്റ്റും വിശ്വാസികൾക്ക് വരെ അനുഭവിക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് ഇന്ന് മീഡിയ കാലഘട്ടം, സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. അപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നാം നിന്ന് സംഭാഷണം ചെയ്യുമ്പോൾ ഞാൻ ഒരു സുവിശേഷകനാണ്, ഞാനൊരു യേശുവിൻ്റെ പൈതലാണ്, ഞാനൊരു നല്ല ഗുഡ് ന്യൂസ് കൊടുക്കുന്നൊരു മനുഷ്യനാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി, ബോധ്യം മാത്രമല്ല ബോധത്തോടും കൂടി നിന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ ആരും നമ്മെ ട്രോള് ചെയ്യത്തില്ല. ഇന്നിപ്പം നല്ല കാര്യം ചെയ്താലും ട്രോള് ചെയ്യും, അത് മറ്റൊരു വശം. പക്ഷേ നമ്മുടെ മോശമായ ഏതെങ്കിലും ഒരു വാക്കുകൾ ഉപയോഗിച്ച് അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മെ സുവിശേഷ വേലയെ മോശമായി ചിത്രീകരിക്കുവാൻ ദൈവദാസന്മാരായ സുവിശേഷകന്മാർ ആരും അങ്ങനെയുള്ള ഒരു കാര്യത്തിലും നാം ഇടപെടരുത്, അനുവാദവും കൊടുക്കരുത്. ഞാൻ ഈ ഒരുപാട് കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഈ സന്ദേശം പറയുന്നത്. എന്നാൽ ഇന്ന് സുവിശേഷ വേലയിൽ ഒത്തിരി പേര് കടന്നു വരുന്നു. മാത്രവുമല്ല, ലോകത്തിൽ ഇന്ന് സുവിശേഷം അതിഭയങ്കരമായ രീതിയിൽ അതിൻ്റെ വളർച്ച വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം
യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായപ്പോൾ തൻ്റെ സഭയെ ഒരുക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് വളരെ പരിശ്രമിച്ച് അതിൻ്റെ കാര്യങ്ങൾ ദൈവദാസന്മാർക്ക് അപ്പപ്പോളായിട്ട് ദൈവം കൊടുക്കുന്ന ആലോചനയ്ക്കനുസരിച്ച് സുവിശേഷം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നോർത്ത് ഇന്ത്യയിലെല്ലാം ദൈവവചനം അതിശക്തമായി ഉപയോഗിക്കുന്ന ദൈവം ഒരുപാട് വ്യക്തികൾ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറുവശത്ത് പിശാച് അവൻ്റെ ഉഗ്രശക്തി എടുത്തുകൊണ്ട് ഏതു വിധേനയും ഈ സുവിശേഷ പ്രവർത്തനത്തെ തടസ്സം ചെയ്യുവാൻ, തുരങ്കം വെക്കുവാൻ അവൻ്റെയും ഉഗ്രശക്തി അവൻ പ്രയോഗിച്ചു. എന്നാൽ ഇവിടെ ഏതെല്ലാം ഉഗ്രശക്തി പ്രയോഗിച്ചായിരുന്നാലും യേശു പറഞ്ഞ ഒരു വാക്കാണ് ഇവിടെ വിജയമായി കാണുന്നത്. യേശു കൈസരിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പത്രോസിനോട് സംഭാഷണം ചെയ്യുമ്പോൾ, ശിഷ്യന്മാരുമായി സംഭാഷണം ചെയ്യുമ്പോൾ പത്രോസിനെ നോക്കിക്കൊണ്ട് വന്നു, പത്രോസ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കുകയില്ല. യേശുവിൻ്റെ സുവിശേഷം ഭൂമിയിലേക്ക് വ്യാപരിക്കുമ്പോൾ പാതാള ഗോപുരം അതിൻ്റെ ഉഗ്രശക്തിയോടുകൂടി അന്നും ഉയർന്നു. പക്ഷേ ഇന്നുവരെയും ആ പാതാള ശക്തി വിജയിച്ചിട്ടില്ല. കാരണം അങ്ങനെ വിജയിച്ചിരുന്നെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ സുവിശേഷം അസ്തമിക്കുമായിരുന്നു. എന്നാൽ വളരെ ത്യാഗങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ട്, പീഡകൾ നേരിട്ടുകൊണ്ട് ഒട്ടനവധി ദൈവദാസന്മാർ തങ്ങളുടെ ജീവൻ അർപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ് ഇന്ന് സുവിശേഷം ഉലകം മുഴുവനും, ലോകത്തിൻ്റെ 5 വൻകരകളിലും സുവിശേഷം എത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം പാതാള ഗോപുരം ജയിക്കുകയില്ല. അപ്പോൾ പാതാള ഗോപുരം ജയിക്കുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഏതൊരു സുവിശേഷകൻ്റെയും ഹൃദയത്തിൽ, ഏതൊരു സുവിശേഷകൻ്റെയും മുമ്പിലുണ്ടെങ്കിൽ താങ്കളുടെ മുമ്പിൽ വരുന്ന ഒരു പ്രതിസന്ധിയും അത് പ്രതിസന്ധിയായി താങ്കൾക്ക് കാണുവാൻ കഴിയത്തില്ല. കാരണം കർത്താവ് പറഞ്ഞത് പാതാള ഗോപുരം ജയിക്കുകയില്ല. എനിക്ക് ഇന്നത്തെ തലമുറയാകുന്ന സുവിശേഷകന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. സ്നേഹിത, നിങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പാതാള ഗോപുരത്തിൻ്റെ ശക്തി നിങ്ങളെ തകർക്കും. സാമ്പത്തിക മേഖല, കുടുംബ പശ്ചാത്തലം, മറ്റുള്ള പ്രതിസന്ധികൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരാം. പക്ഷേ അതൊന്നും ജയിക്കുകയില്ല. യേശുവിൻ്റെ ശക്തി മാത്രമേ ജയിക്കുകയുള്ളൂ. ഞങ്ങളുടെയൊക്കെ അനുഭവം അങ്ങനെയാണ്. ഞങ്ങളുടെ ജീവിതത്തിലും പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, ബന്ധുക്കളിൽ നിന്നുണ്ടാകാം, സഭയിൽ നിന്നുണ്ടാകാം. എവിടെയായിരുന്നാലും നല്ല സമീപനം, നല്ല ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു സുവിശേഷകനെ ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയത്തില്ല. എനിക്കെൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു, ഞാൻ ഈ മീഡിയ ആയതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, നല്ലൊരു സ്നേഹിതനായ ഒരു പാസ്റ്ററുണ്ട് എനിക്ക്. ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹം എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ്. ഹെൽപ്പ് ചെയ്തുകൊണ്ട് നല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, നല്ല ഇടപെടുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. സ്നേഹപരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സുവിശേഷകനെ എനിക്കിന്നും ഞാൻ ഓർക്കും. നമ്മുടെ ജീവിതവും അതുപോലെ ആയിരിക്കണം. സുവിശേഷ വേലയിൽ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം. തീമത്യോസിൻ്റെ 1-ാം ലേഖനവും തീമത്യോസിൻ്റെ 2-ാം ലേഖനത്തിലും ഞാനൊരു 10 പോയിൻ്റ് കുറിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ ആ 2 ലേഖനവും ശരിക്ക് ഒരു സുവിശേഷകൻ വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. വേദപുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗലൂസ് എഴുതിയ ലേഖനമാണ് തീമത്യോസിൻ്റെ ലേഖനം. ആ 2 ലേഖനം ഒരു സുവിശേഷകൻ കൃത്യമായി വായിച്ചിരിക്കണം. ആ ലേഖനത്തിൽ ഒരു സുവിശേഷകൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, എങ്ങനെ ഒരു മെസ്സേജ് പറയണം, മെസ്സേജിന് വേണ്ടി എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം,
എല്ലാം ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വായന, പ്രബോധനം, ഇതിലെല്ലാം നീ ഉറ്റിരിക്കുവാനാണ് പറഞ്ഞത്. ഇന്ന് പല സ്ഥലങ്ങളിലും കാണുന്നത് സുവിശേഷകർ മീഡിയയിൽ ഇരുന്നിരുന്ന് അവർ വിഷ്വൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ വചനം വായിക്കത്തില്ല. അങ്ങനെയുള്ളവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ അറിയാം വചനം വായിച്ചിട്ടല്ല വരുന്നത്. അവരുടെ മെമ്മറിയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വചനം എടുത്ത് പിന്നെ കുറച്ച് കഥകളാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. പാവം ജനം ഒരാഴ്ച വരെ അധ്വാനിച്ചിട്ട് അവർ സൺഡേയിൽ വന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാനൊരു സുവിശേഷകനാണ്, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ജനത്തിന് വചനത്തിൻ്റെ ആഴം പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഏതൊരു സുവിശേഷകൻ്റെയും കടമയാണ്. എന്നിട്ട് നമ്മളത് കൃത്യമായി പറഞ്ഞു കൊടുക്കാതെ, ഇതിൻ്റെ നല്ല വശങ്ങളും ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് കൃത്യമായി അതിൻ്റെ വ്യാഖ്യാനം, പൊരുളുകൾ മനസ്സിലാക്കി കൊടുക്കാതെ ജനത്തെ നാം പഴി പറയും. അവർ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നില്ല. വേദപുസ്തകം പറയുന്നത് ആര് പ്രസംഗിക്കാതെ ആര് കേൾക്കും? ആരെങ്കിലും പ്രസംഗിക്കണ്ടേ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സ്നേഹിത, നീ വചനം കൃത്യമായി വായിച്ചിരിക്കണം. പുസ്തകം എല്ലാം പഠിക്കണം. എന്നാൽ ഒരു സുവിശേഷകൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ അതിൽ നല്ല പുസ്തകം എന്ന് പറയുന്നത് തങ്ങളുടെ വ്യക്തി ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് ഈ തീമത്യോസിൻ്റെ ലേഖനത്താണ്. വായിക്കുമ്പോഴേ അതിൻ്റെ ആധികാരികത മനസ്സിലാക്കുകയുള്ളൂ. അത് പഠിച്ച് മാതൃകാ പുരുഷന്മാരായി നല്ല വേലയ്ക്ക്, നല്ല യോഗ്യരായിട്ട്, നല്ല ഒരു പഠനായി നാം അധ്വാനിക്കുമെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലും ദൈവം നന്മ തരും, നിത്യതയിലും. ഭൂമിയിലും ദൈവം നമ്മെ മാനിക്കും, നിത്യതയിലും. ഭൂമിയിലും നാം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല വ്യക്തിയായിത്തീരും, നിത്യതയിലും നല്ലൊരു വ്യക്തിയായിത്തീരും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന സ്നേഹിത, താങ്കൾ ഒരു സുവിശേഷകനാണോ? അതോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താങ്കൾ തീരുമാനമെടുത്തിരിക്കുന്ന വ്യക്തിയാണോ? നോക്ക്, എടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ ഗൗരവമുള്ള ഉത്തരവാദിത്വമാണ്. ഏതൊരു വ്യക്തിയും എത്രത്തോളം പോപ്പുലറാകുന്നുവോ അത്രത്തോളം പോപ്പുലറാകുന്ന വ്യക്തിക്കൊരു ചെറിയ വിഷയം വന്നാൽ മതി. അതേപോലെ അദ്ദേഹം എത്ര പോപ്പുലറായോ അത്രയും ആ വിഷയവും പോപ്പുലറാകും. ഒന്നുകൂടെ പറയാം, ഒരു വ്യക്തി എത്ര ടോപ്പാകുന്നോ, ലോകം അറിയപ്പെടുന്നോ, ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ബാഡ് ഹാബിറ്റ് വന്നാൽ അദ്ദേഹം ഏത് റേഞ്ചിൽ അറിയപ്പെടുന്നോ ആ റേഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ദുഷ്ട സ്വഭാവം അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റും അറിയപ്പെടും. അപ്പോൾ അതുകൊണ്ട് സുവിശേഷ വേലക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ്. ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, കൃത്യനിഷ്ഠയുണ്ടായിരിക്കണം, ടൈമിങ്ങും പഞ്ച്വാലിറ്റി ഉണ്ടായിരിക്കണം, നല്ല വചന വായനയിൽ നല്ല ഗൗരവം ഉണ്ടായിരിക്കണം, നല്ല നല്ല വേർഡുകൾ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കണം. എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്ത് കുറേ കഥകളും പറഞ്ഞിരിക്കുന്നതല്ല. വചനത്തിൽ അങ്ങനെയുള്ള സഭ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ആരെയും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഇന്ന കാര്യങ്ങളിലേക്ക് വരൂ എന്നൊന്നും പറയണ്ട. നമ്മൾ കൃത്യമായി നാം അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ സഭാ ചാർജിലിരിക്കുന്ന അല്ലെങ്കിൽ സഭ നടത്തുന്ന അവിടുത്തെ സഭയിൽ പലപ്പോഴും 10 മണിക്കാണ് അവിടെ ആരാധന തുടങ്ങുന്നത്. പക്ഷേ ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ 10 മണിക്ക് തുടങ്ങും, ചിലപ്പം 10:15 തുടങ്ങും, ചിലപ്പോൾ 10:20 തുടങ്ങും. ഇതൊക്കെ ആയിരുന്നു അവിടുത്തെ രീതി. അപ്പോൾ ഞാൻ ആ സഭയിൽ ചാർജ് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഏറ്റെടുത്തു. അപ്പം ഞാൻ ചെയ്തത് എന്തെന്നറിയോ? ജനത്തോട് നിങ്ങൾ കൃത്യം 10 മണിക്ക് വരണം എന്ന് ഞാനൊന്നും അനൗൺസ് ചെയ്തില്ല. ഞാൻ ചെയ്ത പരിപാടി, ഞാൻ 9:45 സ്തോത്രം പറഞ്ഞു തുടങ്ങും. ആദ്യത്തെ ആഴ്ച ഞാനും 1-2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ആഴ്ച ജനം വന്നു. ഇപ്പോൾ ഒരു വ്യക്തി പോലും 10 മണിക്ക് ശേഷം ആരും വരത്തില്ല. എല്ലാവരും 9:45 വന്നിരിക്കും. ഞാൻ ആരെയും പ്രേരിപ്പിച്ചില്ല, ഞാൻ ആരെയും
ശകാരിച്ച് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞു. ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു, ജനം വന്നു തുടങ്ങി. ഇതാണ് ആവശ്യം. അല്ലാതെ ജനത്തെ ഇട്ട് ഇത്ര മണിക്ക് വരണം എന്നൊക്കെ ആവശ്യമില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് പറയുമ്പോഴാണ് അവിടെ വിദ്വേഷമുണ്ടാകുന്നത്. നോ. നല്ല രീതിയിൽ ഒരു സുവിശേഷകനാകണമെങ്കിൽ നമ്മുടെ സ്വഭാവ ശുദ്ധീകരണം, വിശുദ്ധി, വേർപാട്, ആത്മീയ വചന പഠനം, ഇതിലെല്ലാം ഉറ്റിരിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ സുവിശേഷകൻ. അതിലേക്കായി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇതിന് കൺക്ലൂഷൻ ചെയ്യുന്നു. ഇന്ന് മീഡിയയിൽ കൂടെ ഒരുപാട് സന്ദേശങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. പല ദൈവദാസന്മാരും ഇന്ന് കൺഫ്യൂഷനാക്കുന്ന ഒരു സംഭവം കൂടെ വന്നിരിക്കുകയാണ്. അത് വളരെ അപകടകരമാണ്. തൻ്റെ അഭിപ്രായം അത് ചിലപ്പോൾ ഒരു പൊട്ടത്തരമായ വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ പൊട്ടത്തരമായ ചിന്തകളായിരിക്കാം. പക്ഷേ അദ്ദേഹം മീഡിയയിൽ കൂടുമ്പോൾ ഇത് ലോകം അറിയുന്നു, ലക്ഷങ്ങൾ അറിയുന്നു, പലവരെയും വഴിതെറ്റിക്കുന്നു. നോ. ആവശ്യമില്ലാത്ത ഒരു കാര്യവും മീഡിയയിൽ കൂടെ നമ്മൾ പബ്ലിസിറ്റി ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെയുമായിട്ടുള്ള അങ്ങനെയുള്ള നല്ല വചന പാണ്ഡിത്യമുള്ളവരുമായി സംഭാഷണം ചെയ്ത് ക്ലിയർ ചെയ്യുക. അതല്ലാതെ ഒരു കാരണവശാലും അറിഞ്ഞുകൂടാത്ത കാര്യത്തെ എടുത്ത് മീഡിയയിൽ കൂടെ ഇട്ട് ജനങ്ങളെ വിശ്വാസത്തിലേക്ക് വരുന്നവരുടെ വിശ്വാസം കൂടെ തടസ്സം ചെയ്യുമെങ്കിൽ അതിൻ്റെ ന്യായവിധിയുടെ കണക്കിൻ്റെ മുമ്പിൽ താങ്കളും നിൽക്കേണ്ടി വരും. അതുകൊണ്ട് വിഷ്വൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് ദൈവവചന പ്രകാരമുള്ള ഒരു സന്ദേശം കൂടെ ആയിരിക്കണം സുവിശേഷകന്മാർ കൊടുക്കേണ്ടത്. തെറ്റായ ഒരു സന്ദേശവും നാം കൊടുക്കരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയപ്പെടുന്ന ദൈവദാസന്മാരുണ്ടല്ലോ, അവിടെ ചെന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തത് ക്ലിയർ ചെയ്യണം. അതല്ലാതെ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന് മറുപടി പറ എന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു അവിശ്വാസി, ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വിശ്വാസത്തിലേക്ക് വരില്ല. അതിന് തടസ്സം താങ്കളാണ്. സോറി ബ്രദർ, നിങ്ങളങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മൾ നല്ല സന്ദേശം കൊടുക്കുവാൻ, അതുകൊണ്ടാണ് പൗലൂസ് ലേഖനത്തിൽ പറഞ്ഞ, തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. അത് പത്രോസും പറഞ്ഞു, നിങ്ങൾ നല്ല സൗരഭ്യവാസനയുള്ളവരായിത്തീരുവിൻ. ക്രിസ്തുവിൻ്റെ പത്രം. ഒരു പത്രത്തിൽ നല്ല വാർത്ത വരുന്നത് കാണാൻ ഇന്നത്തെ മുൻപന്തിയിൽ നിൽക്കുന്ന പത്രങ്ങൾ. എന്നാൽ ഒരുപാട് മറ്റു പത്രങ്ങളുണ്ട്, അത് സൂര്യപ്രകാശം കാണത്തില്ല. അത് അങ്ങനെയുള്ള വ്യക്തികളുടെ മുമ്പിൽ മാത്രമേ ആ പത്രം വാർത്ത ചെല്ലുകയുള്ളൂ, അവർ മാത്രമേ അത് നോക്കുകയുള്ളൂ. എന്നാൽ വിശുദ്ധ പുസ്തകം എല്ലാവർക്കും ഒരുപോലെ വായിക്കുവാനും കേൾക്കുവാനും ഏത് സാഹചര്യത്തിലും വായിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ. ഇതുപോലെ തന്നെ ഒരു ദൈവപൈതൽ എവിടെയും നിൽക്കുവാൻ ദൈവം ഒരുക്കുന്ന, ദൈവം തരുന്ന അവസരങ്ങളിൽ നിൽക്കുവാൻ നമുക്ക് ദൈവം തന്ന ഒരു ബലമുണ്ട്. അതിലേക്കായി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. സ്നേഹിത, താങ്കളൊരു ദൈവവിശ്വാസിയാണോ? ഒരു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ തീരുമാനിച്ചോ? അത് നല്ല ഉദ്ദേശമാണ്. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ചിലപ്പോൾ താങ്കൾ മുഖാന്തരമായിരിക്കും ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഒരു കൂട്ടം ജനം രക്ഷിക്കപ്പെടുവാനിരിക്കുന്നത്. അത് താങ്കൾ മുഖാന്തരമായിരിക്കാം, എന്നെക്കൊണ്ട് അല്ല, മറ്റൊരു ദൈവദാസനെ കൊണ്ടല്ല, താങ്കൾ മുഖാന്തരം. അതുകൊണ്ട് താങ്കൾ ദൈവം അവരിലെത്തിക്കേണ്ട വചനം, താങ്കൾ ദൈവഭാഗത്ത് വന്ന് ഒരു സുവിശേഷകനായില്ലെങ്കിൽ ആ അധ്യായം അടയത്തില്ലേ? അതുകൊണ്ട് മനസ്സ് തുറന്ന് പറ, തമ്പുരാനെ, കർത്താവെ, എവിടെയാണ് എന്നെ അയക്കുന്നത്? ഞാൻ അവിടെ പോകും, ഞാൻ ആ ഭാഗത്തേക്ക് പോകാം, ഞാൻ അവിടെ കർത്താവിൻ്റെ വേല ചെയ്യും, ഞാൻ നല്ലൊരു ഭടനായി ജീവിക്കും. അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. ഇല്ല എങ്കിൽ ന്യായവിധിയിൽ നാം കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് കാണുന്ന ഒരുപാട് സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം,
വചനപ്രകാരം പോകുന്നത് അത് ഉറച്ചു നിൽക്കും. അവരുടെ മേൽ ഒരു പ്രതിസന്ധിയും വരത്തില്ല. വചനപ്രകാരമല്ലാത്തതിൽ പ്രതിസന്ധി വരും. അവർ പബ്ലിക്കിൽ അവർ തേജോവധം ചെയ്യും. നാട്ടുകാരവരെ ചോദ്യം ചെയ്യിപ്പിക്കും. ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അവരെല്ലാം നമ്മളെ കൂടെ നിൽക്കും. പിന്നെ വചനപ്രകാരമല്ലെങ്കിൽ നാട്ടുകാർ നമ്മെ കൈകാര്യം ചെയ്യും. നോ, അതിന് നാം ഇട കൊടുക്കരുത്. ഞാൻ 35 വർഷത്തോളമാകുന്നു, അതായത് 90 കാലഘട്ടത്തിൽ 33 വർഷത്തോളമാകുന്നു. കൃപയാൽ വലിയ കുഴപ്പമില്ലാതെ ഇതുവരെയും പോകുന്നു. ഇനിയും അന്ത്യം വരെയും ഇത് തന്നെ ചെയ്യണം. അതുകൊണ്ട് നമ്മളെ മറ്റുള്ളവർ വലിയ അറിയപ്പെടുന്ന ഒരാളല്ലായിരിക്കാം, പക്ഷെ ദൈവം നമ്മളെ അറിയുന്നു. ഒരുപാട് മിനിസ്ട്രിയിൽ കൂടെ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇന്ന് പല ഭാഷയിൽ സംസാരിക്കുന്നു, പല ഭാഷയിൽ വചനം പ്രസംഗിക്കുന്നു, ട്രാൻസ്ലേറ്റ്. ഇതൊക്കെ ദൈവം തന്ന ഒരു കൃപയാണ്. നോക്കൂ സ്നേഹിത, താങ്കൾ യേശുവിന് വേണ്ടി പ്രസംഗിക്കുവാൻ താങ്കൾ തയ്യാറാണോ? താങ്കളൊരു ദൈവവൈതലായി മുമ്പോട്ട് വരാൻ തയ്യാറാണോ? നോക്ക്, ആരെയും നോക്കണ്ട. ആ സഹോദരൻ അങ്ങനെ, ഈ പാസ്റ്റർ ഇങ്ങനെ. നോ, നിത്യതയിൽ ന്യായം വിധിക്കുന്ന വ്യക്തിപരമാണ്. കർത്താവ് അവിടെ ഗ്രൂപ്പായിട്ട് വിളിക്കത്തില്ല, വ്യക്തിപരം. അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം അത് എനിക്കും കിട്ടണം. യെസ്, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യെസ്, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പും ധൈര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ വചനത്തിലേക്ക് വരിക, നല്ല വചന ശുശ്രൂഷകന്മാരായി മാറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യലായിട്ടുള്ളതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ടെന്നല്ല. മ്യൂസിക് വേണം, പാട്ട് വേണം, നല്ല പെർഫോമൻസ് വേണം, പക്ഷേ എല്ലാം വചനപ്രകാരമായിരിക്കണം. അതുമാത്രമേ എൻ്റെ ഒരു നിർദ്ദേശമുള്ളൂ. വചനപ്രകാരമായിരിക്കണം. ഒന്നും കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. അങ്ങനെയെങ്കിൽ നമ്മുടെ സുവിശേഷ വേല ഭംഗിയായി നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. ആ സുവിശേഷ വേലയ്ക്ക് നിത്യത്തിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ഒരു ഒരുക്കം. ഗലാത്യ ലേഖനം 4:4 പറയുന്നത് ഇങ്ങനെയാണ്: കാലസമ്പൂർണതയിൽ കർത്താവ് ആയ യേശു ലോകത്തിൽ വന്നു. ഇതുപോലെ ഒരു സമ്പൂർണത എതിർക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ രണ്ടാം വരവും എതിർക്രിസ്തുവിൻ്റെ പ്രവേശനത്തിനുമുള്ള സമ്പൂർണ്ണ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാണെന്നറിയത്തില്ല. അതിനു മുമ്പ് നമ്മുടെ ജോലി തികയ്ക്കാം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം, ദൈവിക കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേട്ട എല്ലാവർക്കും, ഈ ചാനലിൽ കൂടെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ, ആശീർവദിക്കട്ടെ. സകല നന്മകളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.